നമ്മുടെ ടീമൊക്കെ തന്നെ സജ്ജമാണ്. ഓരോ വേദിയിൽ നിന്നുള്ള രസകരമായ കാഴ്ചകൾ, കലാരൂപങ്ങൾ, വിദ്യാർത്ഥികളുടെയൊക്കെ തന്നെ വേറിട്ട മുഹൂർത്തങ്ങൾ, കലാമുഹൂർത്തങ്ങളൊക്കെ തന്നെ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ സജ്ജമാണോ? ഇന്നത്തെ കലാരൂപങ്ങൾ എന്താണ് ഉദ്ഘാടനത്തിന് ശേഷം നമ്മൾ കാണാൻ പോകുന്നത്? അഭിരാമി. അല്പസമയത്തിനകം തന്നെ ആശ്രാമത്തെ പ്രധാന വേദിയിൽ ഉദ്ഘാടനം നടക്കും. മുഖ്യമന്ത്രി അതുപോലുള്ള മന്ത്രിമാരൊക്കെ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അവതരണ നൃത്തത്തിൻ്റെ സ്വാഗത നൃത്തത്തിൻ്റെ അവതരണം കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ ഉദ്ഘാടനം ഉണ്ടാകും. ഉദ്ഘാടനത്തിന് ശേഷം പ്രധാന വേദിയായ ആശ്രാമത്തെ മോഹിനിയാട്ടം, ഹൈസ്കൂൾ പെൺകുട്ടികളുടെ മോഹിനിയാട്ട മത്സരമാണ് ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത്. അതിനോടൊപ്പം തന്നെ മറ്റു വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. ഏകദേശം ഒരു 11 മണിയോടുകൂടി തന്നെ എല്ലാ വേദികളിലും മത്സരങ്ങൾ ആരംഭിക്കും. നമ്മളോടൊപ്പം അരുണുണ്ട്. അരുൺ, എങ്ങനെയാണ് കലോത്സവത്തിൻ്റെ? ഇന്ന് അഭിരാമി ഗ്ലാമർ ഐറ്റങ്ങളാണ് പ്രധാനമായും തന്നെ ഉള്ളത്. മോഹിനിയാട്ടം എന്ന് പറഞ്ഞാൽ ഒരു കലോത്സവത്തിൻ്റെ തന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള ഐറ്റമാണ്. അത് കഴിഞ്ഞാൽ സംഘനൃത്തമുണ്ട്. സംഘനൃത്തത്തിന് ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉള്ള ഒരു ഐറ്റമാണ്. അത് മാത്രം കാണാൻ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി പഴയടത്തിൻ്റെ ഫുഡൊക്കെ കഴിച്ച് എനർജി ആയിട്ട് നിൽക്കുകയാണല്ലോ. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ. നല്ല ഇടിയപ്പവും വെജ് സ്റ്റ്യൂ ആയിരുന്നു. അതും കഴിച്ചിട്ട് ആ എനർജിയൊക്കെ ശേഖരിച്ച് ഇപ്പോൾ ഉദ്ഘാടനമാണ്. ഉദ്ഘാടനം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ സമഗ്ര കവറേജിനുള്ള തയ്യാറെടുപ്പ് തന്നെയാണ്. നമ്മൾ ഇവിടെ സേതുലക്ഷ്മി നമ്മളെല്ലാവരോടും പറഞ്ഞ കാര്യം നേരത്തെ തന്നെ നമ്മുടെ ആങ്കർ പറഞ്ഞു. അപ്പോൾ അത്ര തന്നെ കളറായിട്ട് ഓരോ വേദികളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ കൗതുക കാഴ്ചകളുണ്ട്, വേറിട്ട കാഴ്ചകളുണ്ട്. നമുക്ക് അത്തരം ഒരു സങ്കീർണതകൾ തന്നെയാണല്ലോ ഈ കലോത്സവത്തിന് എല്ലാം കൂടെ ഉള്ളൊരു മിക്സ് അല്ലേ? അതെ, കലോത്സവം എല്ലാം കൂടിയുള്ളൊരു മിക്സാണ്. രാവിലെ തന്നെ നമുക്ക് കുറേ കലാകാരന്മാരുടെ പ്രകടനങ്ങൾ കാണാൻ പറ്റി. എല്ലാ വിദ്യാർത്ഥികളും വളരെ ആവേശത്തിൽ തന്നെയാണ് അവരിവിടേക്ക് എത്തിയിരിക്കുന്നത്. ഏത് ജില്ല കപ്പ് നേടും? ഇപ്പോൾ മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല, അതിനു മുൻപേ തന്നെ ഏത് ജില്ല കപ്പ് നേടുമെന്ന് പറഞ്ഞിട്ടുള്ള തർക്കങ്ങളൊക്കെ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മൊത്തത്തിൽ ആവേശം. മത്സരങ്ങൾ 11 മണിയോടെ കൂടി ആയിരിക്കും എല്ലാം ആരംഭിക്കുക. അതിൻ്റെ ഒരു ആവേശം ഇപ്പോഴേ ആരംഭിച്ചു കഴിഞ്ഞു.